കബാബ് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കും, ഗ്രില്ല് ചെയ്തിട്ടുണ്ടാക്കും. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ കബാബാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ അധികം ബോണില്ലാത്ത ചിക്കൻ്റെ പീസുകളാണ് എടുത്തേക്കുന്നത്. ഈ ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പിടി മല്ലിയില, കുറച്ച് പുതിനയില വളരെ കുറച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ 1/4 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഓയിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട വേണം. ഈ ചിക്കനിലേക്ക് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ആദ്യം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇനി ശരിക്കും നമുക്ക് അരഞ്ഞു കിട്ടില്ലേ. മല്ലിയില ചേർക്കാം, പുതിനയില ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, മല്ലിപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, ജീരകം ചേർക്കാം, ഗരം മസാല ചേർക്കാം. ഈ മസാലപ്പൊടികളെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ കൂടിയിട്ട് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും നമുക്ക്. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. ഞാൻ ഇവിടെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. അത് നല്ല കട്ട തൈരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് നല്ല കട്ട തൈരല്ലെങ്കിൽ വെള്ളം ചേർക്കാണ്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് നമുക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കണ മസാല ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. മുട്ട ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചിക്കനിലേക്ക് നമ്മൾ മസാലകൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ടിങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. എന്നാൽ മാത്രം ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോറും റൈസ് ഫ്ലോറും കൂടിയും ചേർക്കുമ്പോൾ ഈ ചിക്കൻ്റെ കൂടെ അത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ തുറന്ന് വെക്കരുത്. ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടിയും ചേർക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോട്ടിങ് ശരിയായില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ ചേർക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്, ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യരുത്. ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ ഈ മസാല ഈ ചിക്കന്മേൽ പിടിക്കില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം കോൺഫ്ലോർ. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ് ശരിയായിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ ചിക്കൻ നമ്മൾ ഇടാൻ പാടുള്ളൂ. എണ്ണ ശരിക്കും ചൂടായിട്ടില്ലെങ്കിൽ ചിക്കൻ നമ്മൾ ഇടുമ്പോൾ ആ ചിക്കൻ്റെ കോട്ടിങ്ങൊക്കെ വിട്ടുപോകും.
എന്നിട്ട് എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ചിക്കൻ പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകൾ ചേർക്കാം. സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിടാം. ഇപ്പോൾ ചിക്കൻ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കനെ നമുക്ക് ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ചിക്കൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാം.